ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ 5th ചാപ്റ്ററായ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ്. ഈ ഒരു ചാപ്റ്ററിൽ 2019, 18, 17 വർഷങ്ങളിൽ എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും 2 മാർക്കിനുമായിട്ടും നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കേണ്ടതാണ്. എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് ഹാസ് മെനി നെയിം ലൈക്ക് എ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് ഓർ ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇറ്റ് ഈസ് സിംപ്ലി ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് telecommunication network for delivering various banking products and services. Through e-banking, a customer can access his account and conduct many transactions using his computers or mobile phones. ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിങ്ങിന് വെർച്വൽ ബാങ്കിങ് എന്നും ഓൺലൈൻ ബാങ്കിങ് എന്നും ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നും എന്നിങ്ങനെയുള്ള പേരുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് വിവിധ തരം ബാങ്കിങ് പ്രോഡക്ട്സുകളും സർവീസുകളും എത്തിക്കുന്നതിന് ഇലക്ട്രോണിക് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ഇതിൻ്റെ യൂസിങ് മാത്രമാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷനിലൂടെയും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെയും ഇലക്ട്രോണിക് മോഡ്സിലൂടെയൊക്കെയാണ് ഈ ഒരു ബാങ്കിങ് പ്രോഡക്ട്സിൻ്റെ സർവീസുകളും അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോണിക് ബാങ്ക് വഴി ഒരു കൺസ്യൂമേഴ്സിന് തൻ്റെ അക്കൗണ്ട് നമ്പർ ആക്സസ് ചെയ്യാനും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ അക്കൗണ്ടിലുള്ള നിരവധി ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഫസ്റ്റ് വൺ, ലെസ്സർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആർ ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇവിടെ എന്താ പറയുന്നത്? ഈ ട്രാൻസാക്ഷൻ്റെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ്സിലാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിലൂടെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റാണ് ഈ ബാങ്കിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എ റെഡ്യൂസ്ഡ് മാർജിൻ ഫോർ ഹ്യൂമൻ എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് ദ ഇൻഫർമേഷൻ ഈസ് റിലൈഡ് ഇലക്ട്രോണിക്കലി ദർ ഈസ് നോ റൂം ഫോർ ഹ്യൂമൻ എറേഴ്സ്. ഇവിടെ പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്കലി ആയിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ റിലേ ചെയ്യുന്നതിനാൽ ഇവിടെ എന്താണ് ഹ്യൂമൻ എറേഴ്സിനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലെസ്സർ പേപ്പർ വർക്ക്. ടീച്ചർ റെക്കോർഡ് റെഡ്യൂസ് ദ പേപ്പർ വർക്ക് ആൻഡ് മേക്ക് ദ പ്രോസസ് ഈസിയർ ടു ഹാൻഡിൽ. ഓൾസോ ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെസ്സർ പേപ്പർ വർക്കാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ ലെസ്സർ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ രീതിയിലുള്ളൊരു പേപ്പർ വർക്ക് എന്ന് വെച്ചാൽ ടീച്ചർ റെക്കോർഡുകൾ പേപ്പർ വർക്ക് കുറയ്ക്കുകയും പ്രോസസ്സ് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത്തരം ഇലക്ട്രോണിക് ബാങ്കിങ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് ഫിക്സഡ് കോസ്റ്റ്. എ ലെസ്സർ നീഡ് ഫോർ ബ്രാഞ്ചസ് വിച്ച് ട്രാൻസ്ലേറ്റ് ഇൻ ടു എ ലോവർ ഫിക്സഡ് കോസ്റ്റ്. റെഡ്യൂസ്ഡ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞ ഫിക്സഡ് കോസ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് ബ്രാഞ്ചുകൾക്ക് അതിൻ്റെ ആവശ്യം കുറഞ്ഞ തോതിലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മോർ ലോയൽ കസ്റ്റമേഴ്സ്. സിൻസ് ഇ ബാങ്കിങ് സർവീസസ് ആർ കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി, ബാങ്ക്സ് എക്സ്പീരിയൻസ് ഹയർ ലോയൽറ്റി ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ബാങ്കിങ്ങിൻ്റെ സർവീസസ് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കും. ആ കസ്റ്റമർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അവിടെ ബാങ്കുകളിലുള്ള കൺസ്യൂമേഴ്സിന് നിന്നും ഹയർ ലോയൽറ്റി ആണ് അനുവദിക്കുന്നത്. നെക്സ്റ്റ്, കൺവീനിയൻസ്. എ കസ്റ്റമർ ക്യാൻ ആക്സസ് ഹിസ് അക്കൗണ്ട് ആൻഡ് ട്രാൻസാക്ട് ഫ്രം എനിവർ 24 hours. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിന് ഈ 24 hours എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് എന്താണ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോവർ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻസ്. സിൻസ് ദ കസ്റ്റമർ ഡസ് നോട്ട് ഹാവ് ടു വിസിറ്റ് ദ ബ്രാഞ്ച് ഫോർ every transaction, it save him both time and money.
ഇവിടെ പറയുന്നത് ലോവർ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ കസ്റ്റമേഴ്സിന് അവരുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിങ്ങിലൂടെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് അവർക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവർക്ക് എന്താണ് ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യാനോ അഥവാ ഒരു ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനോ ഒന്നും ഇവർക്ക് അവരുടെ ഏതാണോ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയുള്ള ബ്രാഞ്ചുകൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിലൂടെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ടൈമും മണിയും ഒക്കെ സേവ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നു. നെക്സ്റ്റ്, ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ്. ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ് കഴിഞ്ഞ 2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 4 ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് കസ്റ്റമർ ടു ബാങ്ക് ഇ ബാങ്കിങ്, ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. ദെൻ ഫോർത്ത് വൺ ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻറ്റ്. ഇൻ്റർനെറ്റ് പ്രൊക്യൂർമെൻ്റ് അല്ല, ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻ്റ് ആണ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് കസ്റ്റമർ ടു ബാങ്ക് ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? അടിസ്ഥാനപരമായിട്ട് ഈ ബാങ്കിങ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതാണ്. അത് മാത്രമല്ല ഈ കൺസ്യൂമേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റ്, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പേയ്മെൻറ്റുകൾ എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും അതുപോലെ തന്നെ ഇത് ഏത് സമയത്തും ഇൻ്റർനെറ്റ് വഴി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡയമെൻഷനാണ് ഈ പറയുന്ന കസ്റ്റമർ ടു ബാങ്ക് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ്. ഈ ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇത് ബാങ്കുകൾക്കിടയിൽ നടക്കുന്ന ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ബാങ്കിങ്സ് അത് സെക്യൂർഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അത് ഈ ഒരു പറയുന്ന ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ് അത് നമുക്ക് അനധികൃതമായിട്ടുള്ള ആക്സസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ചെക്കുകൾ, ക്ലിയറിംഗ് ക്യാഷ്, റിസർവ് ഇതൊക്കെ കൈകാര്യം ചെയ്യൽ, അതുപോലെ തന്നെ ബില്ലുകളുടെ ഡിസ്കൗണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് മുതലായവ സുഗമമാക്കുന്നതിന് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ റെഗുലേഷനിലുള്ള എല്ലാ ബാങ്കുകളും എക്സ്ട്രാ നെറ്റിൻ്റെ മായിട്ട് റിലേറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഗവൺമെൻറ് ഏജൻറ്റ് എന്ന നിലയിൽ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുകളും നിർവഹിക്കുന്നതിന് എക്സ്ട്രാ നെറ്റിലെ ഒരു ഗവൺമെൻറ് ട്രഷറീനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻറ്റ്. ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ പ്രത്യേക ഉപയോഗത്തിനായിട്ട് ഒരു ഇൻട്രാനെറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഫയർവാളുകൾ പോലുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തിനുള്ള അനധികൃതമായിട്ടുള്ള ആക്സസിൽ നിന്ന് ഇത് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് ബാങ്കും അതിൻ്റെ ബ്രാഞ്ചസുകളും തമ്മിലുള്ള ഒരു റിലേറ്റഡ് ആയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇതൊക്കെ തമ്മിലുള്ള ബാങ്കിങ്ങിൻ്റെ ഇൻട്രാനെറ്റിൻ്റെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പോപ്പുലർ സർവീസ് അണ്ടർ ഓഫ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ. പോപ്പുലർ സർവീസ് അണ്ടർ ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യൻ 2019-17 വർഷങ്ങളിലൊക്കെ എസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി കുറേ കഴിഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സും കൂടിയാണ് ഇതിൽ പറയുന്നുള്ളത്. ഈ പറയുന്ന ATM എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോപ്പുലർ സർവീസ് അണ്ടർ ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ആയുള്ള സർവീസ് ഒരു ഇ ബാങ്കിങ് ഇൻ ഇന്ത്യൻ്റെ കേസിൽ ആ ഇ ബാങ്കിന് എന്തൊക്കെ രീതിയിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി ആയാലും ഏതൊക്കെ രീതിയിലുള്ള ബാങ്കിങ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് അധികം ചോദിക്കില്ല, 15 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. 15 മാർക്ക് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. 20, 22, 23ഓളം ഈ ബാങ്കിങ് സർവീസുകളുണ്ട്. അതിലേതിൽ 15 ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എല്ലാ ബാങ്കിങ് സിസ്റ്റം പഠിക്കുക. കാരണം ഈ എല്ലാ സർവീസും പഠിക്കുക. കാരണം ഏതെങ്കിലും ഒരു സർവീസ് 2 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്, 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പോപ്പുലർ സർവീസ് അണ്ടർ ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് വൺ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM. ATM എന്ന് പറഞ്ഞാൽ ATM ഈസ് എ
computerized telecommunication device which provide the customers the access to financial transaction in public place without human intervention. It enables the customers to perform several banking operations such as withdrawal of cash, request of mini statements, etc. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ് ATM എന്ന് പറയുന്നത്. ഇത് കൺസ്യൂമേഴ്സിന് പൊതു ഇടങ്ങളിൽ ഫിനാൻഷ്യൽ ആയുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഇവർക്ക് ഫിനാൻഷ്യൽ ആയുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എമൗണ്ട് വിഡ്രോ ചെയ്യുക, അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെ മുതലായ നിരവധി ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്താൻ ഈ ഒരു കൺസ്യൂമേഴ്സിനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ATM അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATMൻ്റെ ചില ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഫങ്ഷൻസ് തന്നെയാണ്. 24 hours നമുക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ എന്താ പറയുക, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ ഫങ്ഷൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ്റെ കോപ്പി നമുക്ക് കിട്ടും, പ്രൊവൈഡ് ചെയ്യും കസ്റ്റമേഴ്സിന്. ഇതൊക്കെയാണ് ATMൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, credit card. A credit card is a thin rectangular piece of plastic or metal issued by a bank or financial services company that allow the card holder to borrow the fund with which to pay for goods and services with a merchant that accept card for payment. The credit card എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പീസ് ഓഫ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തിൻ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇത് എമൗണ്ട് അടയ്ക്കുന്നതിന് കാർഡുകൾ സ്വീകരിക്കുന്ന ട്രേഡേഴ്സുമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസുകളുമായി അല്ലെങ്കിൽ ഗുഡ്സുകളും സർവീസുകളുമായിട്ട് എമൗണ്ട് അടയ്ക്കുന്നതിനുള്ള ഫണ്ടുകൾ കടം വാങ്ങാൻ ഈ കാർഡ് ഹോൾഡേഴ്സ് അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഈ ക്രെഡിറ്റ് കാർഡ് മെയിനായിട്ട് പറയുന്നത് ഇത് എമൗണ്ട് അടയ്ക്കുന്നതിന് കാർഡുകൾ സ്വീകരിക്കുന്ന വ്യാപാരികളുമായിട്ട് ഗുഡ്സുകളും സർവീസുകളുമായിട്ട് എമൗണ്ട് അടയ്ക്കുന്നതിനുള്ള ഫണ്ടുകൾ കടം വാങ്ങാൻ വേണ്ടി നമ്മൾ കാർഡ് ഹോൾഡേഴ്സ് അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് നടക്കുന്നത്. Next, debit card. A debit card is a payment card that deducts money directly from a consumer's checking account to pay for a purchase. Debit card eliminates the need to carry cash on physical checks to make purchase directly from your savings. ഇവിടെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പർച്ചേസിനായിട്ട് എമൗണ്ട് അടയ്ക്കുന്നതിന് കൺസ്യൂമേഴ്സിൻ്റെ ചെക്കിംഗ് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് എമൗണ്ട് കുറയ്ക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ ചെക്കോ നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ ഡെബിറ്റ് കാർഡുകൾക്ക് ഇല്ലാതെയാക്കുന്നു എന്നാണ് പറയുന്നത്. ഡെബിറ്റ് കാർഡുകൾ മുഖേന നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ചെക്കിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ എത്രയാണോ സേവ് ചെയ്ത് വെച്ച് ആ എമൗണ്ടിന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ക്രെഡിറ്റ് കാർഡിൽ പറഞ്ഞ പോലെ തന്നെ കാർഡ് ഹോൾഡേഴ്സിന് എമൗണ്ട് കടം കൊടുക്കുന്ന ആ ഒരു മെത്തേഡൊന്നും ഈ ക്രെഡിറ്റ് കാർഡ് ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ എത്രയാണോ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എമൗണ്ട് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാർഡുകളെയാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെബിറ്റ് കാർഡ് ഉണ്ട്. There are two types of debit card. First one, direct debit card, then deferred debit card. ഈ ഡെബിറ്റ് കാർഡ് എന്തായെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെബിറ്റ് കാർഡും 2018 വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 4 മാർക്കിന്.
അപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന കാർഡാണ് ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ മെത്തേഡ് എന്നും വിളിക്കുന്നുണ്ട്. ഡെഫേർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ അനുവദിക്കുന്ന കാർഡാണ്, അല്ലെങ്കിൽ അനുവദിക്കുന്ന സിസ്റ്റമാണ് ഈ പറയുന്ന ഡെഫേർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്മാർട്ട് കാർഡ്. എ സ്മാർട്ട് കാർഡ്, ചിപ്പ് കാർഡ് ഓർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കാർഡ് is a physical electronic authorization devices used to control access to a resources. Smart card can provide the personal identification, authentication, data storage and application processing. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ഇലക്ട്രോണിക് ഓതറൈസേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ ചിപ്പ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്മാർട്ട് കാർഡുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻസ്, ഡാറ്റ സ്റ്റോറേജ്, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് എന്നിവ നൽകാനും സാധിക്കും. അത്തരം കാർഡുകളെ നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, MC ചെക്ക് പ്രോഡക്ട്സ്. MC Check product is a recently introduced innovative banking products. It is nothing but a mobile-to-mobile payment option, a concept that has caught on in Japan and other Asian countries. Mobile wallets allow a person to use his or her cell phone like a wallet now. Person can do shopping without any money or credit or debit card, but with a mobile wallet, it means that an individual can use his cell phone like a wallet. ഈ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന MC ചെക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇത് ഒരു മൊബൈൽ ടു മൊബൈൽ പേയ്മെൻറ്റ് ഓപ്ഷൻ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ചെക്കാണ് ഈ പറയുന്ന MC ചെക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇത് ജപ്പാനിലും മറ്റ് ഏഷ്യൻ കൺട്രീസുകളിലും പ്രചരിച്ച ഒരു കോൺസെപ്റ്റ് കൂടിയാണ് MC ചെക്ക്. അതുപോലെ തന്നെ മൊബൈൽ വാലറ്റുകൾ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഹിസ് ഓർ ഹെർ അങ്ങനത്തെയുള്ള ആളുകളുടെ സെൽ ഫോണ് ഒരു വാലറ്റ് പോലെ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഒന്നാണ് MC ചെക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളോ ഇല്ലാതെ മൊബൈൽ വാലറ്റ് ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്താനും സാധിക്കും. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് തൻ്റെ സെൽഫോണ് ഒരു വാലറ്റ് പോലെ ഉപയോഗിക്കണമെന്നാണ് ഇതിനർത്ഥം പറയുന്നത്. നെക്സ്റ്റ്, ടെലിഫോൺ ബാങ്കിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒന്നാണ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ടെലിഫോൺ ബാങ്കിങ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഏരിയ ഓഫ് ഹൈടെക് ബാങ്കിങ്സ്. Customers can perform a number of transactions from their own home or office or anywhere they have access to a phone. Telephone banking is a service provided by a financial institution which allow its customers to perform transactions over the telephone. ടെലിഫോൺ ബാങ്കിങ് അഥവാ ടെലി ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ടെലിഫോൺ ബാങ്കിങ് എന്ന് പറയുന്നത് ഹൈടെക് ബാങ്കിൻ്റെ അതിവേഗം വളരുന്ന ഒരു മേഖലകളിൽ ഒന്നാണ് ഈ ടെലിഫോൺ ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമേഴ്സിന് സ്വന്തം വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഫോണിലേക്ക് ആക്സസ് ഉള്ള എവിടെയെങ്കിലും നിന്നോ നിരവധി ട്രാൻസാക്ഷൻസ് നടത്താൻ ഈ ഒരു ടെലിഫോൺ ബാങ്കിങ് കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഈ ടെലിഫോൺ ബാങ്കിങ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. ഇത് ടെലിഫോണിലൂടെയോ ഇടപാടുകൾ നടത്താൻ കൺസ്യൂമേഴ്സിനെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടെലിഫോൺ ബാങ്കിങ് സർവീസസ്. ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഈ ടെലി ബാങ്കിൻ്റെ അല്ലെങ്കിൽ ടെലിഫോൺ ബാങ്കിൻ്റെ സർവീസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പറയുന്നത് പ്രൊഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ സേവനങ്ങളെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ, ഇൻഫോർമേഷൻ അബൌട്ട് അക്കൗണ്ട് ബാലൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാലൻസും ട്രാൻസാക്ഷൻസുകളെയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. നെക്സ്റ്റ്, ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റാറ്റസ് ഓഫ് ചെക്ക് ഇഷ്യൂഡ് ഓർ ഡെപ്പോസിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്കിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ അബൌട്ട് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നെ ഇൻഫർമേഷൻ അബൌട്ട്
ATM and branch locations, ATM-നെയും ബ്രാഞ്ച് ലൊക്കേഷൻസിനെയും കുറിച്ചുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ ഓർ ഇഷ്യൂ ഓൺ യൂസേജ് ഓഫ് ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓൺ മൊബൈൽ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഇവയുടെയൊക്കെ യൂസിങ് അല്ലെങ്കിൽ ഉപയോഗത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ്. ഇതൊക്കെയാണ് നമ്മൾ ടെലി ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത്. ടെലി ബാങ്കിങ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം തരത്തിലുള്ള ഇൻഫർമേഷൻസാണ്. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് took place in information technology. Internet banking means any users or customers with personal computer and browsers can get connected to his bank website and perform any services possible through the electronic delivery channel. ഇവിടെ പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ സമീപകാലത്തിൽ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ടെക്നോളജിയാണ് ഈ പറയുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നാൽ പേഴ്സണൽ കമ്പ്യൂട്ടറും ബ്രൗസറുമുള്ള ഏതൊരു ഉപഭോക്താവിനും അല്ലെങ്കിൽ ഏതൊരു കൺസ്യൂമേഴ്സിനും അവൻ്റെ ബാങ്കുകളുടെ വെബ്സൈറ്റിലേക്ക് കണക്റ്റ് ചെയ്യാനും ഇലക്ട്രോണിക് ഡെലിവറി ചാനൽസ് വഴി അതിൻ്റെ എല്ലാ ഇടപാടുകളും സാധ്യമാവാനും സേവനങ്ങൾ നടത്താനും ഈ ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടേഴ്സിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ടെക്നോളജിയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ആ ഇൻ്റർനെറ്റ് ബാങ്കിങ് മെയിനായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടറും അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറും ബ്രൗസറുമുള്ള ഏതൊരു ഉപഭോക്താവിനും അല്ലെങ്കിൽ ഏതൊരു കസ്റ്റമേഴ്സിനും അവൻ്റെ ബാങ്കുകളുടെ വെബ്സൈറ്റിലേക്ക് കണക്റ്റ് ചെയ്യാനും ഇലക്ട്രോണിക്കലി ആയിട്ട് ഡെലിവറി ചാനൽസ് വഴി സാധ്യമാക്കാനും ഏത് സർവീസസ് കണ്ടക്ട് ചെയ്യാനും ഈ ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വെർച്വൽ ബാങ്കിങ്. വെർച്വൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ വെർച്വൽ ബാങ്ക് ഈസ് എൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫേഴ്സ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റീസ് ആൻഡ് അതർ ബാങ്കിങ് സർവീസസ് ത്രൂ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ഓർ അതർ ഡിവൈസസ് വിത്തൗട്ട് ഹാവിങ് ഫിസിക്കൽ വാക്ക് ഇൻ പ്രിമൈസസ്. വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായുള്ള വാക്ക് ഇൻ പ്രിമൈസസ് ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനുകൾ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻസുകൾ വഴി ഡെപ്പോസിറ്റും അതുപോലെ തന്നെ എമൗണ്ട് പിൻവലിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസുകളും മറ്റ് ബാങ്കിങ് സർവീസുകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ വെർച്വൽ ബാങ്ക് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ ബാങ്കിങ് വാസ് initiated with the installment of the first ATM in the 1970. Virtual banking started in the 1918 with the major US banks such as Citibank and Chase Manhattan, but it only took off in the 1990 with the growing popularity of the World Wide Web. with the growing popularity of the World Wide Web എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ 1970 ആദ്യത്തെ ATM സ്ഥാപിച്ചതോടെയാണ് വെർച്വൽ ബാങ്കിങ് എന്നൊരു കോൺസെപ്റ്റ് ആരംഭിച്ചത്. 1918 പ്രമുഖ US ബാങ്കുകളായ സിറ്റി ബാങ്കിൻ്റെ ചെസ് മാൻഹട്ടൻ എന്നിവയിൽ നിന്നാണ് വെർച്വൽ ബാങ്കിങ് ആരംഭിച്ചത്. പക്ഷേ 1990 വേൾഡ് വൈഡ് വെബിൻ്റെ ജനപ്രീതി ഇൻക്രീസ് ചെയ്തതോടെ ഇത് കൂടുതലായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അതാണ് വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ ബാങ്കിങ്. ഫസ്റ്റ് വൺ, കസ്റ്റമേഴ്സ് ഹാവ് ആക്സസ് ടു ഇൻസ്റ്റൻറ്റ് സർവീസ് പ്രൊവിഷൻസ്. ഇവിടെ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റൻ്റ് ആയുള്ള സർവീസ് വ്യവസ്ഥകളിലേക്ക് ആക്സസ് ചെയ്യാനുള്ള താല്പര്യമുണ്ടാവുക. രണ്ടാമത്തത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇസ് ലെസ്സർ. ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആയിരിക്കും. അക്കൗണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അക്കൗണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റിലുള്ള ചിലവ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ദർ ഈസ് നോ നീഡ് ഓഫ് വിസിറ്റിംഗ് എ ബാങ്ക് ഫിസിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഫിസിക്കലി ആയിട്ടൊരു ബാങ്ക് സന്ദർശിക്കേണ്ട ആവശ്യം ഇതിനില്ല. നെക്സ്റ്റ്, വെർച്വൽ ബാങ്ക്സ് ആർ സെക്യൂർഡ് ആയിരിക്കും, സേഫ് ആയിരിക്കും. ദെൻ
It installs high-end firewall and data encryption software that ensure the integrity of customer data. ഇവിടെ പറയുന്നത് കസ്റ്റമേഴ്സ് ഡാറ്റയുടെ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഇൻറ്റഗ്രിറ്റി ഉറപ്പാക്കാൻ ഹൈ ആൻഡ് ഫെയർവാളുകളും ഡാറ്റ എൻക്രിപ്ഷൻ സോഫ്റ്റ്വെയറും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ ബാങ്കിങ്. ഫസ്റ്റ് വൺ, initial setup cost for starting a virtual banking system can be high. ഒരു വെർച്വൽ ബാങ്കിങ് സിസ്റ്റം ആരംഭിക്കുന്നതിനുള്ള കോസ്റ്റ്, ആ കോസ്റ്റ് ഉയർന്നതായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂ യൂസേഴ്സ് മേ ഇനീഷ്യലി ഫൈൻഡ് ബാങ്കിങ് സൈറ്റ് ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ് ആൻഡ് യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിന് തുടക്കത്തിൽ തന്നെ ബാങ്കിങ് സൈറ്റുകളും നാവിഗേറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും ഡിഫിക്കൽട്ടാണ്. മോസ്റ്റ് വെർച്വൽ ബാങ്കിങ് സിസ്റ്റം കനോട്ട് ബി ആക്സസ്ഡ് വിത്തൗട്ട് ദ ഇൻ്റർനെറ്റ് ആൻഡ് യൂസേഴ്സ് മേ ബി റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് ഫോർ ക്വിക്കർ റിലയബിൾ ആക്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ കൂടുതലായിട്ടുള്ള വെർച്വൽ ബാങ്കിങ് സിസ്റ്റങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല വേഗത്തിലും വിശ്വസനീയവുമായും ആക്സസ് ചെയ്യുന്നതിനായിട്ട് കസ്റ്റമേഴ്സിന് അതിവേഗ സ്പീഡ്ലി ആയിട്ടുള്ള ബ്രോഡ്ബാൻഡിൻ്റെ ഒരു ഡെപ്പോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടെക്നോളജിക്കൽ ഹൈടെക്സ് ക്യാൻ കോസ് വെർച്വൽ ബാങ്ക്സ് ടു ഗോ ഡൗൺ ആൻഡ് ഇൻകൺവീനിയൻസ്. ടെക്നോളജിക്കൽ ഹിറ്റുകൾ വെർച്വൽ ബാങ്കുകൾ കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ ഹിറ്റുകൾ വെർച്വൽ ബാങ്കുകൾ കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സർവീസാണ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ്ങിൻ്റെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ബാങ്കിങ്. കോർ ബാങ്കിങ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് networked bank branches. Bank customers may access their fund and other simple transaction from any of the members branch office at real time. കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നെറ്റ്വർക്ക് ബാങ്ക് ബ്രാഞ്ചസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പൊതുവായ ഒരു ടേമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ബാങ്കിങ് കസ്റ്റമേഴ്സുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവരുടെ ഫണ്ടുകളും മറ്റ് സിമ്പിളായിട്ടുള്ള ട്രാൻസാക്ഷൻസുകളും ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്ന് തത്സമയം ആക്സസ് ചെയ്യാൻ സാധിക്കും. കോർ ബാങ്കിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ബിസിനസ് കണ്ടക്റ്റഡ് ബൈ എ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഇറ്റ്സ് റീറ്റെയിൽ ആൻഡ് സ്മാൾ ബിസിനസ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ബിസിനസ് കസ്റ്റമേഴ്സുകളുമായിട്ട് ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ബിസിനസ് എന്നാണ് ഈ പറയുന്ന കോർ ബാങ്കിങ് എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, advantages of core banking. First one, it has the ability to offer developed operation to the customers. ഇവിടെ പറയുന്നത് ഈ കോർ ബാങ്കേഴ്സിന് അല്ലെങ്കിൽ കോർ ബാങ്കിങ് കസ്റ്റമേഴ്സിന് ഡെവലപ്ഡ് ആയുള്ള ആക്ടിവിറ്റീസ് വാഗ്ദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. മൊത്തം കോസ്റ്റ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ്, ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് ദ മൾട്ടിപ്പിൾ ഡാറ്റ എൻട്രി ആൻഡ് ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഡാറ്റ എൻട്രിയുടെയും അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളുടെയും റിസ്ക് കുറയുന്നു. നെക്സ്റ്റ്, ദ പോസിബിൾ ഡിസ്റ്റർബൻസ് ടു ബിസിനസ് ബിക്കോസ് ഓഫ് റീപ്ലേസിംഗ് വോൾ സിസ്റ്റം ഈസ് പ്രിവെൻറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ബിസിനസ്സും മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ബിസിനസ്സിൽ ഉണ്ടാകാനിടയുള്ള പ്രിവെൻഷൻസ് അത് തടയുന്നുണ്ട് എന്നാണ് പറയുന്നത്. മുഴുവൻ ബിസിനസ്സും മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ബിസിനസ്സിൽ ഉണ്ടാകാനിടയുള്ള ചില പ്രിവെൻഷൻസ് അത് തടയുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോർ ബാങ്കിങ്. ഇറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ ടെക്നോളജി. ഇത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെക്നോളജീനെയാണ്. നെക്സ്റ്റ്, എനി ഫെയിലിയർ ഓൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ക്യാൻ halt the working with uncertainty about restoring normalcy. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ആയിട്ടുള്ള മേഖലയിലെ ഏതെങ്കിലും
ഒരു ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെയിലിയർ സാധാരണ നിലയിൽ റീസ്റ്റോറിങ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അൺസർട്ടൈനിറ്റിയോടെ പ്രവർത്തിക്കുന്നത് നിർത്തുന്നു എന്നാണ് പറയുന്നത്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ടെക്നോളജിക്കൽ മേഖലയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ സാധാരണ നിലയിൽ റീസ്റ്റോറിങ്ങിന് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള അൺസർട്ടൈനിറ്റിയോടുകൂടി ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ നിർത്തുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഹാസ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ബാങ്ക്സ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻസ്. ഇവിടെ ജോലി നിർത്തുന്നത് ബാങ്കിൻ്റെ ഇമേജിനെയും റെപ്യൂട്ടേഷനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇഫ് ടെക്നിക്കൽ പേഴ്സൺ ആർ ലീവിങ് ദി ബാങ്ക് ദെൻ ഇറ്റ് മേ പോസ് ദ സീരിയസ് പ്രോബ്ലംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള വ്യക്തികൾക്ക് ബാങ്ക് ലിവിങ് ദി ബാങ്ക്, ഈ ടെക്നിക്കലായിട്ട് അറിയുന്ന എല്ലാ വ്യക്തികളും ബാങ്കിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് തിരിച്ചു വിടുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരു റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ദ റിക്കറിങ് കോസ്റ്റ് ആർ ഹെവി. ഇവിടെ റിക്കറിങ് ആയുള്ള കോസ്റ്റ് വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. ആവർത്തിച്ച് വരുന്നുള്ള ചിലവ് അത് കൂടുതലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സർവീസസ് ആണ്. സെക്യൂരിറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ്. SWIFT is the Society for Worldwide Interbank Financial Telecommunication, a member-owned cooperative through which the financial world conduct the business operations with speed, certainty and confidences. More than 10,800 banking organizations, securities institutions and corporate customers in over 200 countries trust SWIFT every day to exchange millions of standardized financial messages. ഇവിടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മെമ്പേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള കോപ്പറേറ്റീവുമായിട്ടുള്ള സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷനാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ ഫിനാൻഷ്യലി ആയുള്ള വേൾഡ് ബിസിനസ് ആക്ടിവിറ്റീസ് വേഗത്തിലും കൃത്യതയിലും ആത്മവിശ്വാസത്തോടെയും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 200-ലധികം രാജ്യങ്ങളിലെ 10,800-ലധികം ബാങ്കിങ് ഓർഗനൈസേഷൻസുകൾ, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സുകൾ എന്നിവ ഡേ ടു ഡേ ആയിട്ട് ദശലക്ഷക്കണക്കിന് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ മെസ്സേജുകളായിട്ട് മെസ്സേജുകളായിട്ട് കൈമാറുന്നതിനെയാണ് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ദശലക്ഷക്കണക്കിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിനുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, ആ മെസ്സേജുകൾ കൈമാറുന്നതിനെയാണ് നമ്മൾ ഈ ഷിഫ്റ്റിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവീസാണ് ഷെയർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം. SPNS is a large network of ATMs spread in the city of Mumbai, Vashi and Thane. It has been established at the behest of Indian Banks Association by India Switch Company Limited, Private Limited, etc. SPNS അല്ലെങ്കിൽ ഷെയർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മുംബൈ, വാഷി, താനെ നഗരങ്ങളിൽ വ്യാപിച്ച ATMകളുടെ ഒരു ലാർജസ്റ്റ് ബ്രാഞ്ചാണ് ഈ SPNSS എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ സ്വിച്ച് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് ഈ ഒരു സംഭവം സ്ഥാപിച്ചത്. Next, the participating bank issue the universal card to the customers for transacting on this network. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ ഈ നെറ്റ്വർക്കിലെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് കൺസ്യൂമേഴ്സിന് ഒരു യൂണിവേഴ്സൽ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, the objectives of SPNS
is to provide the anytime and anywhere electronic banking services to the customers in the city of Mumbai, Vashi and Thane through the state-of-the-art electronic fund transfer system to be shared by different participating banks. ഈ SPNSൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഡിഫറെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് അവർക്ക് എന്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം വഴി മുംബൈ, വാഷി, തനെ നഗരങ്ങളിലെ ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് SPNSൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവീസാണ് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 components, എ കമ്പ്യൂട്ടർ ടെർമിനൽ ദാറ്റ് ഈസ് ലിങ്ക്ഡ് ഓൺ ലൈൻ ടു കമ്പ്യൂട്ടറൈസ് കസ്റ്റമേഴ്സ് ഇൻഫർമേഷൻ ഫയൽ ഇൻ എ ബാങ്ക് ആൻഡ് സെക്കൻഡ് പോയിന്റ് എ plastic magnetically encoded transactions card that identify the customers to the computer. ഈ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലിൽ മെയിനായിട്ട് 2 കോമ്പണൻസുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സ് ഇൻഫർമേഷൻ ഫയലുകൾ അത് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് ഓൺലൈനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ടെർമിനൽ കൂടിയാണ് ഈ പറയുന്ന പോയിന്റ് സെയിൽ ഓഫ് ടെർമിനൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിലെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഫയലുകൾ അത് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഓൺലൈനായുള്ള ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ടെർമിനലാണെന്നാണ് പറയുന്നത്. രണ്ടാമത് എ പ്ലാസ്റ്റിക് മാഗ്നറ്റിക്കലി എൻകോഡഡ് ട്രാൻസാക്ഷൻ കാർഡ് ദാറ്റ് ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ ടു ദ കമ്പ്യൂട്ടേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് കൺസ്യൂമേഴ്സിനെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് മാഗ്നറ്റിക് എൻകോഡ് ചെയ്ത ഒരു ട്രാൻസാക്റ്റ് കാർഡാണ് ഈ പറയുന്ന പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവീസാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, EDI. എന്താണ് EDI? EDI ഈസ് ദി ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 business concerned trading partners in a specific predetermined format. The exchange occur in a basic unit called transactions. ഇവിടെ മെയിനായിട്ട് പറയുന്നത് സ്പെസിഫൈഡ് ആയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചതുമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ 2 ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ 2 ബിസിനസ്സിൻ്റെ കൺസേൺസ് തമ്മിലുള്ള ഇലക്ട്രോണിക് ഇൻഫോർമേഷൻസ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ EDI ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് വിളിക്കുന്നത്. 2 ബിസിനസ്സുമായുള്ള ഇൻഫോർമേഷൻസ് അതെന്താണ് ഇലക്ട്രോണിക്കലി ആയിട്ട് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EDI ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സിലാണ് ഒക്കർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക്. It was introduced on 19th June 1991. It is a very small aperture terminal based satellite network. Currently the bank are using this network for messaging, file transfers and chat services. ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ജൂൺ 19th ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വളരെ ഒരു സ്മോൾ അപ്പർച്ചർ ടെർമിനലാണ് എന്നാണ് പറയുന്നത്. ആ അപ്പർച്ചർ ടെർമിനലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്കാണ് ഈ പറയുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ മെസ്സേജിങ് അതുപോലെ തന്നെ ഫയൽ കൈമാറ്റം ചെയ്യുന്നതിനും ചാറ്റ് സർവീസുകളും നിലവിൽ ബാങ്കുകൾ ഈ നെറ്റ്വർക്കിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്. ദ മേജർ ബാങ്ക് ഇൻ ഇന്ത്യ in large metropolitan cities are using a computerized system of check clearing. The computerized centers where check are cleared are called automatic clearing houses. Automatic clearing houses എന്ന് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലെ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കുകൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അത് ഉപയോഗിച്ച് ചെക്ക് ക്ലിയറിംഗ് ഉപയോഗിക്കുന്നു. അങ്ങനെ ചെക്ക് ക്ലിയറിംഗ് ഉപയോഗിച്ച് ചെക്കുകൾ മായ്ക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് കമ്പ്യൂട്ടറൈസ്ഡ് സെൻറ്ററുകളെയാണ് നമ്മൾ ചെക്ക് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം.
CFMS, if aimed at interconnecting the 17 deposit account departments, that's 17 deposit account departments of RBI. Generally, banks maintain their current accounts with a deposit account departments of RBI. The fund manager is often hampered by lack of knowledge of the overall fund availability position of his bank, because the balance are spread over in the accounts of 17 deposit account departments. സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ 17 ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ പരസ്പരം റിലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ബാങ്കുകൾ അവരുടെ കറണ്ട് അക്കൗണ്ടുകളിൽ റിസർവ് ബാങ്കിൻ്റെ ഡാറ്റ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 17 ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ ബാലൻസുകളിൽ വ്യാപിച്ചതിനാൽ ഫണ്ടിൻ്റെ മാനേജർ തൻ്റെ ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള ഫണ്ട് ലഭ്യതയെക്കുറിച്ചുള്ള ഒരു നോളേജ് പലപ്പോഴും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ ഹോം ബാങ്കിങ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് അല്ലെങ്കിൽ ഹോം ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് കണ്ടാൽ മതി നിങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്താണ് എന്നും ഹോം ബാങ്കിങ് എന്താണ് എന്നുള്ളതും മൊബൈൽ ബാങ്ക് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ 2 മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ in 1996 for the speeder transfer of the fund between the different bank for the bank customers electronically. It facilitates the transfer of fund from the bank accounts of one customer to the bank account of another customers. The scheme is available for transfer of fund across the banks at 50 centers where the Reserve Bank of India manages the clearing house. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇത് ബാങ്കിലെ കൺസ്യൂമേഴ്സിനായിട്ട് ഇലക്ട്രോണിക്കൽ മെത്തേഡിൽ വിവിധ ബാങ്കുകൾക്കിടയിൽ സ്പീഡ്ലി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് 1996 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ EFT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് മറ്റൊരു കൺസ്യൂമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് കൈമാറ്റം ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. ഈ ക്ലിയറിംഗ് ഹൗസുകൾ റിസർവ് ബാങ്ക് കൈകാര്യം ചെയ്യുന്ന 15 സെൻറ്ററുകളിലെ ബാങ്കുകളിലൂടെ ഉടനീളം ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു പ്ലാനിങ് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന് ലഭ്യമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് കസ്റ്റമേഴ്സുകളിലായിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് കസ്റ്റമേഴ്സിനായിട്ട് ഇലക്ട്രോണിക് മെത്തേഡ്സിൻ്റെ വിവിധ ബാങ്കുകൾക്കിടയിൽ വേഗത്തിൽ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് 1996 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നിട്ട് മറ്റൊരു കൺസ്യൂമറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെഫ്റ്റ്, National Electronic Fund Transfer. National Electronic Fund Transfer, NEFT, is a national wide payment system facilitating one-to-one fund transfer. Under this scheme, individual firm and corporate can electronically transfer fund from any bank branches to any individual firm or corporate having an account with any other bank branch in the country participating in the scheme. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1-to-1 ഫണ്ട് ട്രാൻസ്ഫർ സാധ്യമാകുന്ന ഒരു രാജ്യവ്യാപകമായുള്ളൊരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഈ പറയുന്ന നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ സ്കീമിന് കീഴിൽ
ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും ഏതെങ്കിലും ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്നിവയിലേക്ക് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യത്തെ മറ്റേതെങ്കിലും ബാങ്ക് ബ്രാഞ്ചസിൽ അക്കൗണ്ടുള്ള ഇലക്ട്രോണിക് ഫണ്ടുകൾ കൈമാറാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മൊബൈൽ ബാങ്കിങ് RTGS. ഇത് നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കണ്ടാൽ മതി. നെക്സ്റ്റ് വൺ, ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ആൻഡ് ഇലക്ട്രോണിക് പേഴ്സ്. എന്താണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? ഈ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് പദ്ധതി പ്രകാരം എന്താണ് ഇവിടെ പറയുന്നത്? എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസുകൾ എടുക്കൽ, അല്ലെങ്കിൽ ഒരു കൗണ്ടറിൽ ലഭിച്ച ചെക്കുകൾക്കെതിരെയായിട്ട് എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കോർപ്പറേറ്റുകൾ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ഇവർക്കൊക്കെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എമൗണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസുകൾ, ഡെലിവറീസ് എന്നിവ പോലുള്ള സർവീസുകൾ വാഗ്ദാനം ചെയ്യുക. ഇതൊക്കെ എന്താണ് ഒരു ബാങ്കുകളെ അനുവദിക്കുന്ന അത്തരം ബാങ്കുകളെയാണ് നമ്മൾ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് പേഴ്സ്. ഇലക്ട്രോണിക് പേഴ്സ് അഥവാ പേഴ്സ് എന്നത് ഒരു കാർഡിലെ വാല്യൂസിൻ്റെ സ്റ്റോറാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ട്രാവലിങ്ങിനോ മറ്റു സ്മോൾ സ്കെയിലായുള്ള ട്രാൻസാക്ഷൻസുകൾക്കോ എമൗണ്ട് അടയ്ക്കുന്നതിന് സമാനമായിട്ടുള്ള മെത്തേഡ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസസ് ആണ് ഈ പറയുന്ന പേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേക പ്ലേസിൽ അല്ലെങ്കിൽ സ്മാർട്ട് കാർഡിൻ്റെ ഫയലിൽ സെക്യൂർഡ് ആക്കിയിട്ട് വെക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ബാങ്കിങ്ങിൻ്റെ സർവീസസ് എന്ന് പറയുന്നത്. ഈ 23 സർവീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഒന്നില്ലെങ്കിൽ essay ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ essay ആയിട്ട് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ essay ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളൊരു 15 ടൈപ്സ് ഓഫ് സർവീസ് എങ്കിലും എഴുതി വെക്കുക. 15 മാർക്കിനാണ് 15 ടൈപ്സ് സർവീസ് എങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. വല്ലാതെ ഇലാബറേറ്റ് ആക്കി എഴുതി വെക്കേണ്ട. essay ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് മാത്രം ജസ്റ്റ് എഴുതി വെക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. കാരണം എല്ലാതും പഠിച്ച് വെക്കുക. കാരണം 2 മാർക്കിനും ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്സ്, അതുപോലെ RTGS, ATM എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, ഒക്കെ നമുക്ക് എന്താണ് 2 മാർക്കിൽ ചോദിക്കുന്നുണ്ട്. മൊബൈൽ ബാങ്കിങ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് വെക്കുക. പിന്നെ ഇതിൽ വേറെ പറയാനുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ അഥവാ ചോദിക്കുകയാണ് വാട്ട് യു മീൻ ബൈ ഇൻ്റർനെറ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എഴുതുക. അതേ സെയിം ഈ ബാങ്കിൻ്റെ സെയിം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാങ്കിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് എ സേഫ് ആൻഡ് കൺവീനിയൻറ്റ് വേ ടു ഹാൻഡിൽ അവർ മണി. ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ എമൗണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള സെക്യൂരിറ്റി അതെന്താണ് കാര്യപ്രദമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ഏറ്റവും ബെറ്റർ ആയുള്ള സെക്യൂരിറ്റിയാണ്. കാരണം ഈ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എമൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഓഫേഴ്സ് ദ കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ് ആസ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു ഗോ ടു ദ ബാങ്ക് പ്രിമൈസസ്. ഇവിടെ കൺസ്യൂമേഴ്സിനെ ബാങ്കിൻ്റെ ഒരു ആ പ്രിമൈസസ് ആവശ്യമില്ലാത്തതിനാൽ ഇത് ഈ ഒരു ഇൻ്റർനെറ്റ് ബാങ്ക് സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദർ ഈസ് വെരി ലോ ഇൻസിഡൻസ് ഓഫ് എറേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻഷ്യൽ എറേഴ്സ് ലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻസിഡൻഷ്യൽ ആയിട്ടുള്ള എറേഴ്സുകളൊക്കെ ഈ ഇൻ്റർനെറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിൻ്റെ കേസിൽ കുറവായിരിക്കും. Then the customer can obtain fund at any time from ATM machines. എന്ന് വെച്ച് കഴിഞ്ഞാൽ ATM മെഷീനുകളിൽ നിന്ന്
കൺസ്യൂമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എമൗണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. ദ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് enable the customers to obtain a discount from retail outlets എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും കൺസ്യൂമേഴ്സിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡിസ്കൗണ്ട് നേടാൻ പ്രാപ്തമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദ കസ്റ്റമർ ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ദ ഫണ്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ടെക്നിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഫണ്ടുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, disadvantages of e-banking. First one, many banks have expressed their concern, but the huge initial startup cost for venturing into e-banking. ഇവിടെ ഇ ബാങ്കിങ്ങിലേക്കുള്ള കടക്കുന്നതിനുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് അതിൻ്റെ ചെലവിനെ കുറിച്ചുള്ള നിരവധി ബാങ്കുകൾ കൺസേൺ പ്രകടിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ഈസ് എ ബിഗ് ഇഷ്യൂ. ദർ ഈസ് എ ചാൻസ് ഓഫ് ഹാക്കിംഗ് എമൗണ്ട് ഇൻഫർമേഷൻ ബൈ അൺഓതറൈസ്ഡ് പീപ്പിൾ ഓവർ ദി ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷനുകളുടെ സെക്യൂരിറ്റി അതൊരു വലിയ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇൻ്റർനെറ്റിലൂടെയുള്ള ട്രാൻസാക്ഷൻസ് അതെന്താണ് ആളുകളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, എ കസ്റ്റമർ കനോട്ട് യൂസസ് ഇറ്റ് ഇൻ കേസ് ദ ബാങ്ക്സ് സെർവ് ഈസ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിന് അത് ഉപയോഗിക്കാൻ കഴിയില്ല. ബട്ട് ബാങ്കിൻ്റെ സർവർ എന്തെങ്കിലും തരത്തിലുള്ളൊരു സർവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. കാരണം കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. നെക്സ്റ്റ്, എ കസ്റ്റമർ കനോട്ട് ആക്സസ് ടു ഓൺലൈൻ ബാങ്ക് ഇഫ് ഹി ഓർ ഷീ ഡോണ്ട് ഹാവ് an internet connection. Thus, without the availability of internet access, if may not be useful എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ അവൾക്കോ ഓൺലൈൻ ബാങ്കിങ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ലഭ്യമാക്കാതെ ഇത് ഉപയോഗപ്രദമാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എക്സാംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, SC ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ഫസ്റ്റ്, പ്രീവിയസ് ഇയറിൽ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഇ ബാങ്കിങ്, 2 മാർക്കിന് 2019 ചോദിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. നെക്സ്റ്റ് ചോദിച്ചതാണ് ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ്. എന്തൊക്കെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചത്? 2019 ചോദിച്ച 4 മാർക്കിന് ഏതൊക്കെയാണ്? കസ്റ്റമർ ടു ബാങ്ക് ഇ ബാങ്കിങ്, ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്, ദെൻ ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെൻറ്റ്സ്. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. 2019 SC ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ATM എന്താണ്? 2018 ചോദിച്ചതാണ്. ക്രെഡിറ്റ് കാർഡ് എന്താണ്? 2018-17 ചോദിച്ചതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ പോപ്പുലർ സർവീസ് കവേർഡ് അണ്ടർ ദി ഇ ബാങ്കിങ്. 2018 SC ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2018-15 ചോദിച്ചിട്ടുണ്ട്. കാരണം ഏതൊക്കെ സർവീസാണ് നമ്മൾ ഇ ബാങ്കിങ്ങിൽ ഇന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, പോപ്പുലറായിട്ട് റീസെൻ്റ് ആയിട്ട് ഏതൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ATM, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കതിൽ എഴുതാം. ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതേപോലത്തെ മൊബൈൽ ബാങ്കിങ്, ഇതൊക്കെ നമുക്കതിൽ എഴുതി ചേർക്കാൻ സാധിക്കും. അത് SC ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് 2018. നെക്സ്റ്റ്, RTGS എന്താ? 2017 ചോദിച്ചാണ്. എന്താണ് RTGS? അതുപോലെ തന്നെ 2015 ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണ് what do you mean by debit card? What are the different types of debit card? deferred debit card എന്താണ്? അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ബാങ്കിങ് എന്ന സെക്ഷനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.